നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊരു ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഹോം മെയ്ഡ് കൂവപ്പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടി നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് പൊടി ഇടുന്നതിന് പകരം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതൊരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് വേഗം തന്നെ കുക്കായി കിട്ടുന്ന ഒന്നാണ് ഈ ഒരു കൂവപ്പൊടി. ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചെറിയൊരു ചൂട് മതി. ആ ഒരു നല്ല ചൂട് മാറുന്നത് വരെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ കൂവപ്പൊടി കാച്ചിയത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ള ആ ഒരു ചൂടേ ഉള്ളൂ. ഇപ്പോൾ മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മധുരത്തിനായിട്ട് എടുക്കുന്നത് ഈത്തപ്പഴം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അളവ് നമ്മുടെ പൊടിക്കനുസരിച്ചിട്ടുള്ള ഈത്തപ്പഴം എടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതാ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് വേണ്ടതെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു മധുരമുണ്ട്. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഡ്രിങ്കാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്.